ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മുഹസീസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹോം മെയ്ഡ് ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ്. അപ്പോൾ അതിനുള്ള ചേരുവകളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഈസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് പൊതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-2.5 കപ്പോളം മൈദമാവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ദെൻ നമുക്ക് അതിലേക്ക് 1 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം തൈര്. പിന്നെ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ച ആ ഈസ്റ്റ് നന്നായിട്ട് പൊതിർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി നമുക്ക് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ചേരുവകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്കിത്. അപ്പോൾ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിന് മൊത്തമായിട്ട് നമുക്കൊന്നിങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും, അതുവരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. ആഹാ, കണ്ടില്ലേ എന്ത് നന്നായിട്ടല്ലേ പൊന്തി വന്നിരിക്കുന്നത്. എനിക്ക് തൊടുമ്പോൾ തന്നെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലോണം പൊന്തി വന്നത്. അപ്പോൾ ഇത് എത്ര മണിക്കൂർ വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഉച്ചക്ക് നമ്മൾ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ വൈകുന്നേരം ടൈമിലാണ് എടുത്തത്. നമുക്കിത് ഇനി ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. കണ്ടോ, നല്ലോണം പൊന്തിയുണ്ട്. ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, നന്നായിട്ട് പൊന്തിയുണ്ട്, നല്ലോണം കുഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നല്ലോണം പതിഞ്ഞ് പൊന്തിയുണ്ട് ഇത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തിക്കല്ലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ പൊടി തട്ടിയിട്ട് നമുക്ക് പരത്തിയെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇത് ചുടുമ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ. നന്നായിട്ട് പൊള്ളച്ച് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊള്ളച്ച് വരും. ഇനിയാണ് നമ്മുടെ ഷവർമയിലേക്കുള്ള മെയിൻ സാധനങ്ങൾ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്യാബേജ് അരിഞ്ഞതും, അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, അതേപോലെ തന്നെ നമ്മുടെ കക്കിരിയില്ലേ അതും ചെറുതായി അരിഞ്ഞത്, അതുപോലെ കുറച്ച് തക്കാളിയും. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്നെല്ലാം ചേർത്ത് കൊടുക്കും. ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം എല്ലായിടത്തും. അതിനുശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മയോണൈസാണ്. മയോണൈസ് ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് മയോണൈസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ നേരത്തെ വേവിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കണ്ട് കറക്കിയെടുത്തതാണ്. വല്ലാണ്ട് ചതയരുത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ സാധാരണ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിയിടലാണ്. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുത്തതാണ് കേട്ടോ. ഇനി നമ്മുടെ കുബൂസ് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്നിങ്ങനെ പൊളിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ഇതുപോലെ റൗണ്ടിൽ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ
പല കൈകളും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടല്ലേ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ആദ്യം കുബൂസിനുള്ള മാവെല്ലാം കുഴച്ചതൊക്കെ എൻ്റെ ഉമ്മയാണ്. ഈ കുബൂസിൽ കുറച്ച് ഇതുപോലെ മയോണൈസ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഷവർമയിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത പച്ചക്കറി ചിക്കനെല്ലാം കൂടി മിക്സാക്കി ആ കൂട്ടുണ്ടല്ലോ അതിലേക്ക് അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ റോളാക്കിയിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റ് രൂപത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഷവർമയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഷവർമയുടെ റെസിപ്പി എല്ലാം പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ പ്ലേറ്റ് ഷവർമയായിട്ടാണ് കൊടുത്തത്. അല്ലാണ്ട് കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഷവർമ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.